Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wa sallallahu wa sallam ala nabiyyina Muhammadin wa alihi wa sahbihi ajma'in. Amma ba'd. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാൻ അതിലെ ഒരു രാത്രിക്ക് കൂടി നമ്മൾ സാക്ഷികളാവുകയാണ്. റമളാനിലെ ആദ്യാവസാനം ഓരോ ദിനരാത്രങ്ങളും പ്രാർത്ഥനകളിൽ മുഴുകുന്ന സന്ദർഭങ്ങളാണ്. അത് 30 ദിവസം കൊണ്ട് തീരുന്നതല്ല യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ പ്രാർത്ഥനകൾ. അത് അനുസ്യൂതം ജീവിതം മുഴുവനും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ഇബാദത്താണ് പ്രാർത്ഥന. മാനസിക വിഷമങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, മനസ്സിൻ്റെ ജിജ്ഞാസകളും ആശങ്കകളും, മനസ്സ് അനുഭവിക്കുന്ന ചില പ്രത്യേകതരം സമ്മർദ്ദങ്ങളും, അതിൽ നിന്നെല്ലാം മനുഷ്യനെ മോചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദുആ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അതങ്ങനെ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ അല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന ഒരു മനസാക്ഷി കുത്തുണ്ട്. അതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. ആദം അലൈഹിസ്സലാം അത് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം, അല്ലെങ്കിൽ ഇണയുടെ ആവശ്യവും നിർബന്ധവുമാകാം. അങ്ങനെയെല്ലാം ഒരു കൽപ്പന ലംഘിച്ചപ്പോഴുണ്ടായ പശ്ചാത്താപം ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. സൂറ ആലു ഇമ്രാൻ, സൂറത്ത് അൽ ബഖറ. ഫതലക്ക ആദമു മിർ റബ്ബിഹി ബികലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദമ് അള്ളാഹുവിനോട് ചില കലിമത്തുകൾ ഉപയോഗിച്ച് പശ്ചാത്തപിക്കുകയുണ്ടായി. അത് വളരെ കൃത്യമായി തൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ചെയ്തിരുന്ന ചില വാക്കുകളാണ്. ഖുർആനിൽ ആ വാക്ക് ഒരു പ്രാർത്ഥനയായി വന്നു. അത് ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ആ പ്രാർത്ഥന ധാരാളം മതി. ആദം അലൈഹിസ്സലാം ചില കലിമത്തുകളാണ് പശ്ചാത്താപത്തിന് ഉപയോഗിച്ചത്. അത് ഖുർആനിൽ ഒരു ദുആ ആയിട്ട് ആദം ചെയ്തത് എന്ത് എന്ന് പഠിപ്പിച്ച ഒരായത്തുണ്ട്. റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പൊ അതിൽ കുറേ കാര്യങ്ങൾ പ്രതിപാദിച്ചു. റബ്ബന ലലംന അൻഫുസന, അല്ലാഹുവേ സ്വന്തത്തോട് ദ്രോഹം ചെയ്തു. എല്ലാ പാപകാര്യങ്ങളുടെയും അതിൻ്റെ പരിണിതത്വം, അത് എന്താണോ ഉണ്ടാക്കുന്നത് അത് അവനിൽ തന്നെയാണ് രൂപപ്പെടുക. ഇപ്പോ ആയുർവേദത്തിൻ്റെ ആചാര്യനായ ശുശ്രുതനും പതഞ്ജലിയൊക്കെ പറഞ്ഞ ഒരു വാചകമുണ്ട്. ശുശ്രുതന്റെ ഒരു വാചകം, അത് അവൻ്റെ മനസ്സിന് തോന്നുന്ന കുറ്റബോധങ്ങളോ അല്ലാത്ത ചിന്തകളോ അവനിൽ തന്നെ രൂപപ്പെടുത്തുന്ന രോഗങ്ങളുണ്ട്. ചില രോഗങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതിന് ശസ്ത്രക്രിയ ചെയ്താലേ മാറ്റം ഉണ്ടാവും. അത്ര ഗൗരവമായ രോഗങ്ങൾ വരെയും ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഇച്ഛാഭംഗമോ ഭയമോ ആദിയോ വ്യാധിയോ ഒക്കെയായിട്ട് രൂപപ്പെടാം. അത് വളരെ ലളിതമാണത്. അതുകൊണ്ടാണ് എല്ലാ വൈദ്യന്മാരും
മനസ്സിന്റെ രോഗമാണ് ഏതാണ്ട് ഒരു 35% വരുന്ന ആളുകൾ. അതിനെയാണ് ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമെന്നാണ്. അപ്പൊ ആദം അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്, ഞങ്ങൾ ഞങ്ങളോട് തന്നെയാണ് ദ്രോഹം ചെയ്തത്, അതിന്റെ ഫലവും ഞങ്ങൾ തന്നെ അനുഭവിക്കുക. നീ അത് പുറത്തു തന്ന് അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കാത്ത പക്ഷം, വൈലം തഗ്ഫിർ ലനാ വതർഹംനാ, ഒപ്പം നീ റഹ്മത്ത് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയവരിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് നീ ഞങ്ങളുടെ എല്ലാ ദോഷവും പുറത്ത് ഞങ്ങളോട് കരുണ ചെയ്യണം എന്നതായിരുന്നു ആ പശ്ചാത്താപം. അതൊരു ദുആയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവുമായി മനുഷ്യരുടെ ബന്ധത്തെ വ്യക്തമാക്കുന്ന ഒരു വചനമുണ്ട് സൂറ ആലു ഇമ്രാൻ. കാരണം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്, അതിന്റെ ശൈലി ഖുർആനിന് മുൻപ് വന്നിട്ടുണ്ട്, നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഉദുഉ റബ്ബക തളർറുഅൻ വഖുഫിയ ദൂനൽ ജഹ്രി മിനൽ ഖൗൽ ബിൽ ഉദുബി വൽ ആസ്വാൽ. ഖുർആനിൽ വന്ന ഒരു കൽപ്പനയാണ്. നീ നിന്റെ മനസ്സിലാണ് പ്രാർത്ഥന രൂപപ്പെടുത്തേണ്ടത്. അത് ശബ്ദം, വാക്കുകൾ വെളിയിൽ വരേണ്ടതില്ല. ശബ്ദം ഒച്ചയ്ക്ക് വേണ്ട അത് ചെയ്യാൻ. മനസ്സിന്റെ ഉള്ളിൽ പൂർണ്ണമായും ആ കാര്യം നീ രൂപപ്പെടുത്തുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ദൂനൽ ജഹിരി മിനൽ ഖൗൽ, അതിൽ ശബ്ദമൊന്നും വേണ്ട, വാക്കുകൾ വേണമെന്നില്ല. മനസ്സിലൂടെ ജീവിതത്തെ സഞ്ചരിപ്പിച്ചാൽ മതി, ദുഃഖബോധത്തോടെ, പ്രതീക്ഷയോടെ. അത് രാവിലെയും വൈകുന്നേരവും എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തുണർത്തുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വഹുവ മഅക്കും, അള്ളാഹു നിങ്ങളുടെ കൂടെയാണ്. ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ഒരു ബോധ്യത്തിൽ വേണം പശ്ചാത്താപം അഥവാ ദുആ ചെയ്യാൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അപ്പൊ പ്രാർത്ഥനകളുടെ ദിനരാത്രങ്ങളിൽ വളരെ ശാന്തമായി മനസ്സിന്റെ ഏകാഗ്രതയിൽ ജീവിതം മുഴുവനും മനസ്സിൽ കൊണ്ടുവന്നുള്ള അതിൻ്റെ കുറ്റവും അബദ്ധവും പോരായ്മയും കുറവുകളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് തന്നെയാണ്, മനസ്സുരുകിയ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്നത് അർത്ഥത്തിലാണ്, അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ശീലിക്കണം. അപ്പം മറ്റൊരാളും അതുമായി ബന്ധപ്പെടില്ല, അവരാരും അത് കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. നമ്മളും നമ്മുടെ റബ്ബും മാത്രമാണ്. എല്ലാവരെയും ഉണർത്തുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.